നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയങ്ങളിലൊന്നാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനിടെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പ്രതിഷേധം അക്രമത്തിലേക്ക് നീങ്ങിയത്? പോലീസ് എന്താണ് പറയുന്നത്? പ്രതിഷേധക്കാർ എന്താണ് പറയുന്നത്? നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളൊന്ന് പരിശോധിക്കാം. CJP എന്ന യുവജന പ്രസ്ഥാനം പരീക്ഷാ ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, വിദ്യാഭ്യാസ സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ, കൂടാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നിവ ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു. ഈ പ്രക്ഷോഭത്തിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പിന്തുണയും ലഭിച്ചു. ജൂലൈ 20 ഡൽഹിയിൽ സൻസാദ് ചലോ മാർച്ച് സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചു. ഇതിനായി വലിയ തോതിൽ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ഡൽഹി പോലീസിന്റെ പ്രസ്താവന പ്രകാരം ചില പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചു. അതുപോലെ നിയമം ലംഘിച്ച സാഹചര്യത്തിൽ ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടി വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി FIR രജിസ്റ്റർ ചെയ്തതായും അറിയിച്ചു. അതേസമയം CJPയും പ്രതിഷേധത്തിൽ പങ്കെടുത്ത നിരവധി വിദ്യാർത്ഥികളും മറ്റൊരു വാദമാണ് ഉന്നയിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ പ്രതിഷേധം സമാധാനപരമായിരുന്നു. പോലീസ് അനാവശ്യ ബലപ്രയോഗം നടത്തുകയും ലാത്തി ചാർജും കണ്ണീർ വാതക പ്രയോഗത്തിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതിഷേധം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഒരുപാട് നാശനഷ്ടങ്ങൾ CJP പാർട്ടി മൂലം സംഭവിക്കുകയും ചെയ്തതായിട്ടും പറയപ്പെടുന്നു. ഈ സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധക്കാരെ പിന്തുണച്ച് പാർലമെന്റിൽ പ്രതിഷേധിച്ചു. അതേസമയം ഭരണകക്ഷി നിയമവും ക്രമവും പാലിക്കാനാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പ്രതിഷേധക്കാരുമായി സംവാദിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടപടിയിൽ സുപ്രീം കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒരു ഹർജി സമർപ്പിച്ചെങ്കിലും കോടതി അടിയന്തര ഇടപെടൽ നടത്താൻ വിസമ്മതിച്ചു. ഈ കേസിന്റെ അന്തിമ വിധിയല്ല, അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. FIRൽ ഇപ്പോഴും അന്വേഷണം നടക്കുന്നു. സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആരുടേതാണെന്ന് നിയമ നടപടികൾക്ക് ശേഷമേ വ്യക്തത വരികയുള്ളൂ. ജനാധിപത്യത്തിൽ സമാധാനപരമായ പ്രതിഷേധം നടത്താൻ ഏതൊരു സംഘടനയ്ക്കും അവകാശമുണ്ട്. അതേസമയം പൊതുമുതൽ സംരക്ഷിക്കുന്നതും നിയമവും ക്രമവും പരിപാലിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഈ സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അതിനാൽ അന്തിമ നിഗമനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് ഔദ്യോഗിക അന്വേഷണ ഫലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.